Hi dear friends, welcome to Ruchi Lab. ഒരു സ്പെഷ്യൽ കോക്കനട്ട് ചട്നിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇത് നമുക്ക് പ്രത്യേകിച്ചിട്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് റെഡ് കളറിലുള്ള റെഡ് കോക്കനട്ട് ചട്നിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തട്ടുകട സ്റ്റൈലുള്ള സ്പെഷ്യൽ കോക്കനട്ട് ചട്നി തയ്യാറാക്കാൻ നോക്കാം. ഈ വീഡിയോയിലുള്ള ടിപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വെറും 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇഡ്ഡലി അതുപോലെ തന്നെ ദോശയിലേക്കൊക്കെ പറ്റിയ അടിപൊളി ചട്നിയാണിത്. ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക, എന്നാലായിരിക്കും ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 4 കറിവേപ്പില കൂടുതൽ ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി രണ്ടും ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ ചട്നിക്ക് ഒരു റോ ഫ്ലേവർ ഉണ്ടാവും. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർക്കുന്നത്. കാശ്മീരി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മാത്രം വാളംപുളി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. വാളംപുളി ഓപ്ഷനിലാണ്, ചേർക്കണം നിർബന്ധമില്ല. പുളിയും ഇഞ്ചിയും 1/2 ടീസ്പൂണിലും കൂടുതൽ ചേർക്കരുത്. കൂടുതലായി കഴിഞ്ഞാൽ ചട്നീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിലേക്ക് ഇനി വളരെ കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം കൂടി കഴിഞ്ഞാൽ ശരിക്ക് അരഞ്ഞ് കിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന റെഡ് കളറുള്ള ഈ ചട്നി നമുക്ക് സാധാരണ കുറച്ച് ലൂസായിട്ടാണ് കിട്ടാറ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലൂസായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം അല്പം കുറച്ച് ചേർത്താൽ മതി. സാധാരണ തേങ്ങ ചട്നി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചെടുത്തതിന് ശേഷം വറവിട്ട് നേരിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നീട് ചട്നി ചൂടാക്കാറില്ല. പക്ഷേ നമ്മളിവിടെ വെള്ളം കൂടുതൽ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പരമാവധി വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചുരുങ്ങിയത് 2 ടേബിൾ സ്പൂണെങ്കിലും എണ്ണ വേണം. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 2 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ഉണക്കമുളക് ഇതുപോലെ 2 പീസുകളാക്കിയതും കൂടി ചേർത്ത് ഇളക്കാം. ഉള്ളി ഒന്ന് കളർ മാറി ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് സമയം മാത്രം ഒന്ന് ഇളക്കിയിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ വറവിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തീ ഏറ്റവും കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തിളച്ചു പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, ഓവറായിട്ട് ഹീറ്റ് ആവാനും പാടില്ല. കൂടുതലായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ചട്നീൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. തട്ടുകട സ്റ്റൈലിലുള്ള നമ്മുടെ കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.